ഹായ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രുചി കൂടാരം എന്ന് പറഞ്ഞ കാറ്ററിംഗ് സർവീസിൻ്റെ അടുത്താണ് കേട്ടോ. അത് നമ്മുടെ തിരൂര്, തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ തിരൂര് പൂമല ഡാമിലേക്ക് പോണ വഴിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മോൻ്റെ ബർത്ത്ഡേയുടെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്, വളരെ ചെറുതായിട്ടാണ്. ബർത്ത്ഡേ ഡേറ്റും ഇതൊക്കെ കഴിഞ്ഞു, പക്ഷേ സ്കൂളൊക്കെ ഞങ്ങൾ സെലിബ്രേഷൻ ആയിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ മോന് കൂട്ടുകാരൊക്കെ ഒന്ന് വിളിക്കണം. അവരുടെ സ്കൂളിലത്തെ 2 ഫ്രണ്ട്സും പിന്നെ തൊട്ടടുത്ത 2-3 കുട്ടികളും. അപ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് ആകാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങള് അപ്പൊ ഇന്നലെ പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് ഭക്ഷണം തീരുമാനിച്ച് ഭക്ഷണം ഓർഡർ ചെയ്താണ്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറെ നാളായി ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ കർക്കിടക മാസത്തില് ഞങ്ങളൊരു മാസം അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്നും വേണമെന്ന് ഇപ്പൊ കഴിയാറായില്ലോ. അപ്പൊ പിന്നെ എന്തായാലും വാങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോ ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറുണ്ട്. കുഴപ്പമില്ല, നല്ല ഫുഡാണ് ഇവിടുത്തെ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഈ ബിരിയാണി ആയിരുന്നു അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ജിമ്മിലത്തെ ട്രെയിനർ അടുത്ത് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. അതെ, എല്ലാം ഉണ്ട് അല്ലേ ബിരിയാണി. അപ്പം ഈ കേക്ക് നമ്മുടെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, ഷോൺ എന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആളുടെ അടുത്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. അതെ, ഇതാണ് ഷോൺ ചേട്ടന്റെ അടുത്താണ് ഞങ്ങൾ കേക്ക് ഓർഡർ കൊടുത്തത് കേട്ടോ. ഞങ്ങൾ എല്ലാ ഫംഗ്ഷൻസിനും ഷോൺ ചേട്ടന്റെ അടുത്താണ് കൊടുക്കാറ്. ചേട്ടന്റെ വൈഫും അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും. ഉണ്ണേട്ടനും ഷോൺ ചേട്ടനും ഒരുമിച്ചാണ് കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ കേക്ക് വാങ്ങി കൊണ്ടുവരുമ്പോഴേക്കും അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഉണ്ണി ആഷിന്റെ ഫ്രണ്ടിന്റെ അനിയനാണ് കേട്ടോ. UKG പഠിക്കുന്നത്. വീടിന്റെ അടുത്ത് തന്നെയാണ് അവന്റെ വീട്. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഒരു 12 മണിക്ക് എത്താനാണ് കേട്ടോ എല്ലാവരോടും പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു 12 മണിയോട് കൂടിയിട്ട് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും പോകാറുണ്ട്, നല്ല അടിച്ചു പൊളിച്ചിട്ട് വരാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ വെഞ്ചോ കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സാധാരണ എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും കേക്കിന്റെ പേരുകളൊക്കെ പറഞ്ഞ് അവസാനം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാറ്. അങ്ങനെ ഞങ്ങള് കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി. കുട്ടികളെല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി വന്ന് നിന്നു. ഇത് ആഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എഡ്വിൻ എന്നാണ് പേര്. പാലക്കലാണ് കേട്ടോ വീട്. അപ്പൊ അവൻ അവിടുന്ന് വന്നിരിക്കുകയാണ്. അവന്റെ ബർത്ത്ഡേക്ക് ആഷിനും പോയിട്ടുണ്ടായിരുന്നു. ഇത് ആഷിന്റെ കൂട്ടുകാരൻ ഫെച്ചു. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഇഷാൻ ആഷിന്റെ ക്ലാസ്സിൽ തന്നെയാണ്. ഇത് ഇഷാന്റെ അനിയൻ. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഫൗസ്റ്റീന. അത് ഫെച്ചുവിന്റെ അനിയത്തിയാണ്. ഫെച്ചുവിന്റെ അടുത്ത അനിയനാണ് കുട്ടൂസ്, അപ്പുറത്ത് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ മോള് അതിന്റെ ഇടയിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കേക്ക് ആദ്യം അവൾക്ക് കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ധനു വരാൻ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഫെച്ചുവിനും കുട്ടൂസിനും ഒക്കെ പെട്ടെന്ന് പോകണം. അവരുടെ ചെറിയച്ഛന്റെ ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് അവർക്ക് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഫെച്ചുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അതേപോലെ തന്നെ ഇഷാന്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് കേക്ക് കട്ട് ചെയ്തിട്ട് ആർക്കാണ് കൊടുക്കണമെന്ന് അറിയില്ല. ലാസ്റ്റ് അവൻ എനിക്ക് തന്നെ തന്നു. അവൻ എല്ലാവർക്കും കൊടുത്ത് അവന് കേക്ക് കൊടുക്കാൻ ശരിക്കും മറന്നുപോയിട്ടോ ഞങ്ങള്. ആഷിനും ആഷിന്റെ ഫ്രണ്ട് എഡ്വിനും കഴിഞ്ഞ വർഷം ഒരേ ക്ലാസ്സിലായിരുന്നു കേട്ടോ. അപ്പൊ അപ്പോഴാണ് അവര് കട്ട ഫ്രണ്ട്സ് ആയത്. അപ്പൊ അവരുടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇപ്രാവശ്യം രണ്ടുപേരും ക്ലാസ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. സ്റ്റാർട്ടിങ് ക്ലാസ്സിന് പോയപ്പോൾ അയ്യോ വേറെ ഡിവിഷനിലാണ് ഇവർ രണ്ടുപേരും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമമായിരുന്നു ഇവർക്ക്. അയ്യോ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ആവണം, ആഷിന്റെ ക്ലാസ്സിൽ തന്നെ ആവണമെന്ന് എഡ്വിന്റെ ക്ലാസ്സിൽ തന്നെ പോകണമെന്ന് ആഷിനും ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടായാൽ മതിയല്ലോ, വേറെ ക്ലാസ്സുകളിലായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെച്ചും കുട്ടൂസും ഫസ്റ്റീനയും അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലും ഇതുപോലെ അച്ഛൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ കാരണം കൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് തന്നെയാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവർ പോയി കേട്ടോ.
അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ധനു വന്നു. പിന്നെ ഉണ്ണിയേട്ടൻ്റെ അനിയത്തിമാര് വന്നു. ധനു കുറച്ച് ലേറ്റ് ആയി, കാരണം അവൻ കളരിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവൻ രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ ഒരു 11 മണിയാവും അവൻ കളരി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങടെ എത്താൻ ഇത്തിരി ലേറ്റ് ആയി പോയത്. പിന്നെ അവൻ വന്നപ്പോൾ പിന്നെ കേക്കൊക്കെ കഴിച്ച്, പിന്നെ അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഫുഡ് വിളമ്പി. കുട്ടികൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.